നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അംബാസഡർ മാർക്ക് 4 ആണ്. മാർക്ക് 4ൻ്റെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ബോഡി റെസ്റ്റുള്ള ഏരിയ എല്ലാം തന്നെ കുത്തിക്കളഞ്ഞതിനും കട്ട് ചെയ്ത് കളഞ്ഞതിനും ശേഷമുള്ള പാച്ച് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പിൻ്റെ ഓണർ സതീഷൻ ചേട്ടനുണ്ട്, അതേപോലെ തന്നെ ഹരിദാസ് ഉണ്ട്. അപ്പോൾ ഹരിദാസ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പാച്ച് വർക്കിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ സതീഷൻ ചേട്ടനുമുണ്ട്. അവരതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു തരും. അംബാസഡർ സാറിന് പാച്ച് വർക്ക് വരുന്ന ഭാഗങ്ങൾ ഞാനൊന്ന് കുട്ടിക്കാണിക്കാം. റണ്ണിങ് ബോർഡിൻ്റെ വെൽഡിംഗ് വർക്കൊക്കെ പിച്ചളായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഒരു യൂസ് ഉണ്ടോ? റണ്ണിങ് ബോർഡിൻ്റെ ഔട്ടർ തകർന്ന് ചൂടായി പൊങ്ങാതിരിക്കാൻ വേണ്ടിയാണ് പിച്ചളായിട്ട് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യിച്ചേക്കുന്നത്, ബലപ്പെടുത്തിയേക്കുന്നത്. അത് ഫ്രണ്ടിലും ഈ 3 സൈഡിലും അങ്ങനെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെ ഈ പിച്ചളായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇരുമ്പ് ഇട്ട് ചെയ്യുമ്പോൾ കണ്ടമാനം ചൂടായിട്ട് റണ്ണിങ് ബോർഡ് പോകും. അപ്പോൾ വിടവിൻ്റെ ഒക്കെ വ്യത്യാസം വരും. അതിനുവേണ്ടിയാണ് ചൂട് കുറച്ച് ചെയ്യുന്നതിനാണ് പിച്ചളായിട്ട് ചെയ്യുന്നത്. സാധാരണ അംബാസഡറിന് പാച്ച് വർക്ക് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതൊന്ന് ഈ ബമ്പർ ബോഡിയാണ് ഈ ഭാഗങ്ങൾ. ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ പാച്ച് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഈ കൊട്ടയുടെ ഈ ഭാഗത്ത് പാച്ച് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റണ്ണിങ് ബോർഡ് ഈ ഭാഗം ഒരു പാച്ച് വർക്ക് വരുന്നൊരു ഭാഗമാണ്. അംബാസഡറിന് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭാഗം അത്. അതുപോലെ തന്നെ ഡോറിൻ്റെ അടിവശം, ഈ ഡോറിൻ്റെ ഇങ്ങനെ ഈ അടിവശം, അതുപോലെ ഔട്ടർ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ അംബാസഡറിൻ്റെ പാച്ച് വർക്ക് വരുന്ന ഭാഗങ്ങളാണ്. കൂടെ തന്നെ ഇതുപോലെ റണ്ണിങ് ബോർഡ്, ഈ ഭാഗങ്ങളൊക്കെ റണ്ണിങ് ബോർഡ് മൊത്തത്തിൽ ഇങ്ങനെ പാച്ച് വർക്ക് വരുന്ന സെൻട്രൽ പോസ്റ്റുകളെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ റണ്ണിങ് ബോർഡ് ഫുള്ളായിട്ട് മാറും. നമ്മൾ റണ്ണിങ് ബോർഡ് ഫുള്ളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാറിയതിന് ശേഷമുള്ള വർക്കിലാണ് നമ്മൾ മാറിയതിന് ശേഷമുള്ള വർക്കാണ് അപ്പുറത്തെ. അതുപോലെ തന്നെ ഇവിടെ അപ്പുറ സൈഡിലെ ആ ഗ്ലാസിൻ്റെ ഈ ഭാഗം, ഇതൊക്കെ അംബാസഡറിന് കൂടുതലായിട്ട് പാച്ച് വർക്ക് വരുന്ന ഭാഗം. ഈ ഭാഗം ഈ ഭാഗം ഇതൊക്കെ അംബാസഡറിന് കൂടുതൽ പാച്ച് വർക്ക് വരുന്ന ഭാഗമാണ് ഈ ഭാഗം. അതുപോലെ മണക്കാടിൻ്റെ ഈ ഫിറ്റിംഗ് ഭാഗം, റൂമും ആ ഭാഗങ്ങൾ കൂടുതൽ പാച്ച് വർക്ക് വരും. അതുപോലെ ഈ പോസ്റ്റ്, പിന്നെ ഡോറിൻ്റെ ഈ പോസ്റ്റിൻ്റെ അടിവശം. അപ്പോൾ ഇത് ചെയ്ത് തീർത്തിട്ട ഭാഗങ്ങളാണ് കണ്ടത്. പാച്ച് വർക്ക് ചെയ്ത് തീർത്ത ഭാഗങ്ങൾ ഓൾറെഡി നമ്മൾ മൊത്തത്തിൽ മാറിയിട്ടില്ല. മൊത്തത്തിൽ മാറാതെ പാച്ച് വർക്ക് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളാണ് ഈ കണ്ടത്. വലത് സൈഡ് ടോപ്പ് ഏരിയയിൽ എവിടെയെങ്കിലും വരാറുണ്ടോ? ടോപ്പ് ഏരിയയിൽ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ടോപ്പിൻ്റെ ഈ വാട്ടർ ചാനൽ ഈ ഭാഗം ഇങ്ങനെ ഒരു അംബാസഡറിന് ഒരു പാച്ച് വർക്കായിട്ട് കാണുന്നു. ഡിക്കി ബോഡി, അതായത് ബമ്പർ ബോഡി ഈ ഭാഗത്ത് അംബാസഡറിന് പാച്ച് വർക്ക് നല്ലതായിട്ട് വരുന്ന ഭാഗം ഇവിടെ. അതുപോലെ ഈ ഡിക്കിയുടെ ഡോറ് ഈ ഭാഗം ഒരു പാച്ച് വർക്ക് വരുന്ന ഭാഗമാണ്. ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പാച്ച് വർക്ക് വരുന്ന ഭാഗം. ഇതിന് പാച്ച് വർക്കാണ്. ഇത്രയും മറ്റേ ബോഡി വെയിറ്റുള്ള വണ്ടി ആയതാണ്. ഇത് മറ്റുള്ള വണ്ടി പണിയുന്ന പോലെ അത്രയും ശരിക്കും താമസിച്ചാണ് ഇതിൻ്റെ പണി വരുള്ളൂ. മറ്റുള്ള പുതിയ മോഡൽ വണ്ടിയിലെ കഴിഞ്ഞൊക്കെ വർഷങ്ങൾ കൂടി ഇപ്പോൾ പാച്ച് വർക്ക് വരുള്ളൂ. 8-10 വർഷം കൂടി 8-10 വർഷം കൂടി കഴിയുമ്പോഴുള്ളൂ ഇതിന് പാച്ച് വർക്ക്. മറ്റേതൊക്കെ ആകുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ നല്ലതായിട്ട് പണി വരും. അംബാസഡറിനെ സംബന്ധിച്ച് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷങ്ങളോളം അങ്ങനെ കിടന്നു. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ, ഒരു അംബാസഡർ എടുക്കുവാണെങ്കിൽ അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റേഡിയേറ്ററിൻ്റെ ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെള്ളം റിട്ടേൺ തള്ളുന്നുണ്ടെങ്കിൽ അത് നമുക്ക് റേഡിയേറ്റർ ബ്ലോക്കോ അല്ലെങ്കിൽ ഗ്യാസ്കറ്റിൻ്റെ കംപ്ലൈൻറ്റോ ആയിരിക്കും. അതും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്യാപ്പ് എടുത്തിട്ട്, ഓയിലിൻ്റെ ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ ഒന്ന് നോക്കണം. നോക്കി കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റിട്ടേൺ തള്ളുന്നുണ്ടെങ്കിൽ അത് റീകംപ്രഷനായിട്ട് നമുക്ക് കരുതാൻ പറ്റും. അത് എഞ്ചിൻ്റെ ഒരു തരം പണിയുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓയിൽ സ്റ്റിക്ക് ഒന്ന് വലിച്ചു നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന റേസ് ആവുകയാണെങ്കിൽ റേസ് ചെയ്യുമ്പോഴത്തേനും ഓയിൽ കണ്ടവാനും തള്ളുന്നുണ്ടെങ്കിൽ അത് എഞ്ചിൻ്റെ കുഴപ്പമായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് എഞ്ചിനെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ സ്റ്റാർട്ട് ചെയ്തൊന്നും സൗണ്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ സൗണ്ടൊക്കെ കറക്റ്റായിട്ടൊന്ന് അറിയാൻ പറ്റും. അതൊക്കെയാണ് എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കേണ്ടത്. പിന്നെ ബാക്കി ബാറ്ററി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം.
അതുപോലെ ഓടിച്ച് നമുക്ക് ഇയർബസിൻ്റെ കാര്യങ്ങളൊക്കെ ഓടിച്ച് നോക്കുമ്പോൾ അറിയാം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ അംബാസഡർ വരുന്നത് ഈ പാച്ച് വർക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു സംഭവമാണ് അംബാസഡറിന് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് കൂടുതലും അംബാസഡറിൻ്റെ പണിക്കാരം കൂടുതൽ വരുന്നത് ഈ റണ്ണിംഗ് ബോർഡിൻ്റെ ഭാഗം. ഈ റണ്ണിംഗ് ബോർഡ് ഈ ഭാഗം പോകുന്നതാണ് റണ്ണിംഗ് ബോർഡ്. അപ്പോൾ റണ്ണിംഗ് ബോർഡ് തെറ്റോട് കൂടി അത് നമുക്ക് മാറണം. അതാണ് ഈ അംബാസഡറിൻ്റെ മെയിനായിട്ടുള്ളൊരു പണി പാച്ച് വർക്കായിട്ട് വരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് നമുക്ക് അടിയിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഇതിന് കൈ ഇട്ട് നോക്കി കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് തുറയുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അത് കൈ ഓടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഈ മൾഗാർഡിൻ്റെ അകം അതൊക്കെ നമുക്കിങ്ങനെ കൈ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അത് തുരുമ്പുണ്ടെങ്കിൽ നമ്മൾ കൈയെ തടയും. അങ്ങനെ അത് പാച്ച് വർക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. അതൊക്കെ നോക്കേണ്ടതാണ് അംബാസഡറിൻ്റെ പാച്ച് വർക്ക്. അതുപോലെ തന്നെ കൂടുതലും പിന്നെ ഈ വാട്ടർ ചാനലിൻ്റെ ഭാഗം ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ അംബാസഡറിൻ്റെ തുരുമ്പ് കാണുന്ന ഭാഗമാണ്. അതൊക്കെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം. ഈ പേസ്റ്റൊക്കെ വെച്ചാണെങ്കിൽ അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം. പേസ്റ്റ് വെച്ച് അല്ലെങ്കിൽ അത് നമുക്ക് പിന്നെ പാച്ച് വർക്ക് എല്ലാം മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ഡോറിൻ്റെ ഈ ഭാഗങ്ങൾ ഈ ഇന്നറുകൾ ഇങ്ങനെയുള്ള ഇന്നർ ഭാഗങ്ങളൊക്കെ അംബാസഡറിന് കൂടുതലും പാച്ച് വർക്ക് വരുന്ന ഒരു ഭാഗമാണ്. കാരണം വെള്ളം നിന്നിട്ട് ഇതിൻ്റെ അടി വെള്ളം നിന്നിട്ട് പോകാതെ തുരുമ്പെടുത്ത് പോകുന്ന ഭാഗം ഈ ഡോറ്. അത് നമ്മൾ ഇന്നർ ഈ അടിവശം പറ്റി മാറി നമുക്ക് അത് മാറ്റാവുന്നുള്ളൂ. അതൊക്കെ പാച്ച് വർക്ക് കൂടുതലായിട്ട് വരുന്ന അംബാസഡറിന് വരുന്ന ഒരു സംഭവമാണ്. ഈ 4 ഡോറും പിന്നെ ഈ പ്ലാറ്റ്ഫോം അത് റണ്ണിംഗ് ബോർഡ് പോയിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോറും ഈ പ്ലാറ്റ്ഫോറും ഈ കൂടെ പോകും. അത് റണ്ണിംഗ് ബോർഡിൻ്റെ കൂടെ അത് മാറാവുന്നതാണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു പരിപാടി അംബാസഡറിൻ്റെ പാച്ച് വർക്ക് ഈ വീലാർച്ച് ഈ വീലാർച്ചിൻ്റെ ഭാഗം ഇങ്ങനെ നമുക്കിങ്ങനെ കൈ ഓടിച്ച് നോക്കുമ്പോൾ അതുപോലെ റണ്ണിംഗ് ബോർഡിനെ കൈ ഓടിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തുളയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ബമ്പറിൻ്റെ ഈ ഭാഗം ബമ്പർ ബോഡിയുടെ ഈ സൈഡ് അതും നമുക്കിങ്ങനെ കൈ ഓടിച്ച് നോക്കിയാൽ ഒരു അംബാസഡർ എടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ കൈ ഓടിച്ച് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെ തുരുമ്പുണ്ടെങ്കിൽ അതും ശ്രദ്ധിച്ച് നോക്കണം. അതുപോലെ പുറകു ഭാഗം ഈ ഡിക്കി ബോഡി അതായത് അതും ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് അകത്തിരുന്ന് കഴിഞ്ഞാൽ കൈ ഓടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത് തുളയുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈ ഓടിച്ച് കഴിഞ്ഞാൽ കൈ തടയും. എന്നാൽ തന്നെ അതും പാച്ച് വർക്ക് ഉള്ളതായിട്ട് മനസ്സിലാകും. അതൊക്കെയാണ് കൂടുതലും അംബാസഡറിൻ്റെ പാച്ച് വർക്ക് കാണുന്ന ഭാഗങ്ങൾ. പിന്നെ ഡിക്കിയുടെ ഈ ഡോറിൻ്റെ ഈ അടിവശം ഒക്കെ ശകലം പാച്ച് വർക്ക് വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ. അതൊക്കെ നമുക്ക് വെട്ടി മാറാവുന്ന കാര്യങ്ങളുള്ളൂ. റബ്ബറിന് ഇങ്ങനെ മുഴച്ച് നിൽക്കും ഈ റബ്ബർ. അപ്പോൾ അത് ആ റബ്ബർ മുഴച്ച് നിൽക്കുമ്പോൾ അവർ തുരുമ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അത് നമുക്ക് വെളിയിൽ തന്നെ കാണാവുന്ന കാര്യം. അംബാസഡറിനെ പറ്റി നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ പഴയ രാജകീയ വണ്ടിയാണ് അംബാസഡർ. ഇപ്പോൾ ഇറങ്ങിയ പുതിയ മോഡൽ ന്യൂ ജനറേഷൻ വണ്ടിയെ പറയുകയാണെങ്കിൽ അംബാസഡറിന് ഭയങ്കര ഒരു യാത്രാസുഖമുള്ളതും അംബാസഡറിൻ്റെ ബാഗിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ഇന്നോവയ്ക്കഞ്ഞ് യാത്രാസുഖമുള്ള വണ്ടിയാണ് അംബാസഡർ. അതുപോലെ തന്നെ ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള വണ്ടിയാണ്. ഒരു മുട്ടിയാലൊന്നും പെട്ടെന്നൊന്നും ആൾക്കാർക്ക് ഒരു ജീവഹാനിയോ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുന്ന കുറവുള്ള വണ്ടിയാണ്. ബോഡിയുടെ ബിൽഡ് ക്വാളിറ്റി തകിടിൻ്റെ ഒക്കെ ബിൽഡ് ക്വാളിറ്റി ഇതാണ് കൂടുതൽ പുതിയ വണ്ടിയേക്കാളും. ഇരട്ടി ക്വാളിറ്റിയും ഗേജ് കൂടുതലുള്ള തകിടാണ് അംബാസഡറിനുള്ളത്. അതാണ് ഈ തട്ടിയാലൊന്നും വലിയ ആകത്തിരിക്കുന്നതൊന്നും ഒരു ബോറിന് പോലെ ഏങ്ങാതിരിക്കുന്നത്. ഈ നാഗപ്പാളിയിട്ട് പണി അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അതെന്താ? നാഗപ്പാളിയിട്ട് പണിയുന്നുണ്ട്, പിച്ചളത്തകിട്ട് പണിയുന്ന ആൾക്കാരുണ്ട്. പണ്ടൊക്കെ പിച്ചളത്തകിട്ട് പണിയുമായിരുന്നു. ഒത്തിരി പണികൾ പണിതിട്ടുണ്ട് ഞങ്ങൾ പിച്ചളത്തകിട്ട് കിട്ടും. അതെല്ലാം റണ്ണിംഗ് ബോർഡ് ഡോറിൻ്റെ ഭാഗം അടിവെച്ച എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു പിച്ചളത്തകിട് കൊണ്ട്. അപ്പോൾ അതാകുമ്പോൾ തന്നെ ഈ ഭാഗങ്ങളൊന്നും പിന്നെ ഒരിക്കലും പാച്ച് വർക്കും പറ്റത്തില്ല. ഈ വാട്ടർ ചാനലിൻ്റെ ഭാഗമൊക്കെ പിച്ചളക്കിട്ട് പണിതിട്ടുള്ളൂ. അംബാസഡറിൻ്റെ ഇപ്പം പൊതുവേ ഒരു ധാരണ പാഴ്സ് കിട്ടത്തില്ലെന്നുള്ളതാണ്. പക്ഷേ അംബാസഡർ ഇപ്പം നല്ലതായിട്ട് പാഴ്സ് ഇറങ്ങുന്നുണ്ട്. എറണാകുളത്താണ് പല സ്ഥലങ്ങളിലും പാഴ്സ് കിട്ടുന്നുണ്ട്. അതല്ലാതെ തന്നെ കോയമ്പത്തൂർ പോയാൽ എല്ലാ സാധനം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് പാഴ്സിൻ്റെ കാര്യത്തിൽ അംബാസഡറിനെ പഠിക്കുന്ന കാര്യമില്ല. പണിതാലും പണിയാൻ നമുക്ക് ധൈര്യമായിട്ട് പണിയാവുന്ന കാര്യം. പാഴ്സ് കിട്ടുന്നില്ലെന്ന് ഒരു പേടി ആർക്കും വേണ്ട.